ഓരോ നിമിഷവും നമ്മളെ മുൾമുനയിൽ നിർത്തും. അടിപൊളിയാണ്. ഐ തിങ്ക് വൺ ഓഫ് ദി ബെസ്റ്റ്. ഇപ്പം അടുത്ത് വന്നതിൽ ഏറ്റവും നല്ല സിനിമോട്ടോഗ്രാഫിയുള്ള പടം അതിഥി ആൻഡ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ നിമിഷവും നമ്മളെ മുൾമുനയിൽ നിർത്തും. അടിപൊളിയാണ്. ഈ ലണ്ടൻ എങ്ങനെയുണ്ട്? ലണ്ടൻ പടം നല്ല പടം, ഭയങ്കര രസമുള്ള പടം. ബിനോദ് ചേട്ടൻ എൻ്റെ സുഹൃത്തു കൂടിയാണ്, അതുകൊണ്ട് മാത്രം പറയുന്നതല്ല. ആക്ച്വലി അതിഥി ആയാലും ബിനു മോഹനായാലും എന്താ പറയുക, അതിൽ ആ കുഞ്ഞു പോലും അഭിനയിച്ചേക്കണം ഭയങ്കര രസമായിട്ടാണ്. ഭയങ്കര മൊമെൻ്റാണ്. ഫസ്റ്റ് ഹാഫ് നിങ്ങൾ പടം കണ്ടോ? പടം കാണും എന്തായാലും. പടം കണ്ടിട്ട് നിങ്ങൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് സംസാരിക്കാനുണ്ടാവും. ഭയങ്കര രസമുണ്ട് പടം. ഫസ്റ്റ് ഹാഫ് വരെ നമ്മൾ പിടിച്ചിരുത്തും. സെക്കൻഡ് ഹാഫ് ഒന്നും പറയാം, രക്ഷയില്ല. ചന്തുവേട്ടനൊക്കെ ഇത് പറയേണ്ടവരില്ല, ഭയങ്കര രസമുള്ള പെർഫോമൻസ്. അതാ പറയുന്നത്. കാരണം വെച്ചാൽ അതിന്റെ ടെറൈൻ പറയുമ്പം സിനിമോട്ടോഗ്രാഫി ഒന്നും ഒരു രക്ഷയില്ലാത്ത സിനിമോട്ടോഗ്രാഫിയാണ്. പക്ഷെ നമ്മളൊരു ഇംഗ്ലീഷ് മൂവി കാണൂല്ലേ, അതിന്റെ പെർസ്പെക്റ്റീവ് ഒരു ലൈറ്റ് ആയാലും അതിന്റെ സിനിമോട്ടോഗ്രാഫി ആയാലും ഇതെന്ന് പറയാം. എനിക്ക് തോന്നുന്നു വെച്ചാൽ ഐ തിങ്ക് വൺ ഓഫ് ദി ബെസ്റ്റ്. ഇപ്പം അടുത്ത് വന്നതിൽ ഏറ്റവും നല്ല സിനിമോട്ടോഗ്രാഫിയുള്ള പടം. ഒരു ഡയറക്ഷൻ ലെവലായാലും നമ്മൾ സാധാരണ നമ്മളെ മലയാള പടത്തിലേക്ക് ഒരു ഇംഗ്ലീഷുകാർ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, ആ ഒരു പ്രശ്നം ഇതിലില്ലേ ഇല്ല എന്നുള്ളതാണ്. ഭയങ്കര ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഇല്ല, ഭയങ്കര ലൈവായിട്ട് ഫീൽ ചെയ്യുന്നു. തീർച്ചയായിട്ടും ഒരു മസ്റ്റ് വാച്ചബിൾ മൂവിയാണ്, കണ്ടിരിക്കാം. താങ്ക് യു. ഇത്രയും ആൾക്കാർ നമ്മൾ യു കെയിൽ പോകുമ്പോൾ നമുക്ക് അവിടുത്തെ നാട് എന്താണെന്നും അവിടുത്തെ ലോ ഒക്കെ ആണെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് നന്നായിട്ട് എടുത്തിട്ടുമുണ്ട്. ഒരു സീൻ പോലും ലാഗില്ല, ഒരു സിമ്പിൾ വെറുതെ അല്ല. പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നുള്ളൊരു ആകാംക്ഷയാണ് എപ്പോഴും. ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് തോന്നുന്നു. അത്രയ്ക്കും ഭയങ്കര ലോയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അവിടെ ഉണ്ട്. അതൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത്, മലയാളികൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ കൊള്ളാം. നല്ല സിനിമ. ഫാമിലി ഇമോഷണൽ ഡ്രാമ ആണ്, പിന്നെ ത്രില്ലിംഗ് ആണ്. ബിക്കോസ് അതിൽ ഒരു കുഞ്ഞു കുട്ടിയുണ്ട്. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. പുറത്ത് ഷൂട്ട് ചെയ്തതിൻ്റെ ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. യു കെയിൽ, ഐ തിങ്ക് ഇറ്റ്സ് ഇൻ യു കെ. ആൻഡ് അതിഥി ആൻഡ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും അതിഥിക്ക് ഒരുപാട് ഇമോഷണലി ഒരുപാട് എക്സ്പ്രസ് ചെയ്ത് ചെയ്യാൻ പറ്റിയൊരു മൂവിയായിരുന്നു. അനുമോഹനും അതെ, വെരി നൈസ്. പിന്നെ അതിലൊരു ത്രില്ലും ഉണ്ടായിരുന്നു. ഇപ്പോൾ സെക്കൻഡ് ഹാഫ് എസ്പെഷ്യലി കുഞ്ഞിനെ ബേസ് ചെയ്ത ഒരു സിനിമ ആയതുകൊണ്ട് അതിനെ വെച്ചിട്ടുള്ളൊരു അന്വേഷിക്കുന്നതായിട്ടുള്ളൊരു സംഭവം വളരെ നന്നായിരുന്നു. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുന്നു തന്നെ. സോ നൈസ്.